ഇടുക്കി ആനച്ചാലിൽ ഫർണിച്ചർ സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായി. 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. വണ്ടി ഇവിടെയാ വണ്ടിന് മുകളിൽ കത്തിൻ്റെ പൊട്ടി തെറിക്കും കേട്ടോ. ഫയർഫോഴ്സ് വരാണ്ട് ഒരു മാർഗമില്ല. പമ്പ് ജെയിൻ എസ് രാജു ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ജെയിൻ, ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായോ? ഒപ്പം ഈ കട പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് പറയുമ്പോൾ വലിയ നാശനഷ്ടം ഉണ്ടായി കാണുമല്ലോ. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഉമ്മൈബാൻ, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. മോഡേൺ ഫർണിച്ചർ മാർട്ട് എന്ന് പറയുന്ന 3 നില കെട്ടിടത്തിലായിരുന്നു തീ പടർന്നു കയറിയത്. ഈ സമയത്ത് 2 ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ തീ പടരുന്നത് കണ്ട് പരിസരവാസികളാണ് ഇവരെ വിവരം അറിയിക്കുകയും ഇവരെ പുറത്തേക്ക് ഇറങ്ങാൻ സഹായിക്കുകയും ചെയ്തത്. 3 നില കെട്ടിടമാണിത്. ഇവിടെ ഫർണിച്ചർ വിൽപ്പന മാത്രമല്ല, അതിന്റെ നിർമ്മാണവും കൂടി നടക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഏതാണ്ട് 1 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. കട പൂർണ്ണമായും കത്തി അമർന്നിരിക്കുന്നു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. ജെയിൻ, ഈ തീ പിടിക്കുന്ന സമയത്ത് 2 ജീവനക്കാർ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലോ. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ടോ ജെയിൻ? അവർക്ക് പരിക്കുകളില്ല. അവർ തീ പിടിച്ചത് അവർ അറിഞ്ഞിരുന്നില്ല. പക്ഷെ പുറത്തുനിന്ന് പുകയും തീയും ഉയരുന്നത് കണ്ട് വിവരം ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു. സാധാരണ ഒരു 10-15 പേരാണ് പകൽ സമയത്ത് അവിടെ ജോലി ചെയ്യുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുകയും പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. ശരി ജെയിൻ, ഇടുക്കി ആനച്ചാലിലെ ഫർണിച്ചർ സ്ഥാപനത്തിലാണ് തീ പിടിച്ചത്. 1 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് പ്രാഥമിക വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമായത് എന്നാണ് നിഗമനം.